നമസ്കാരം. MG യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകൾ എന്നാണ്, റിസൾട്ട് എന്നാണ് വരുന്നതെന്ന് പ്രൊഡിക്ഷൻ വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. MG യൂണിവേഴ്സിറ്റി നമുക്കറിയാവുന്ന പോലെ തന്നെ ഓഡ് സെമ്മുകളെല്ലാം നവംബർ ഡിസംബർ മാസത്തിലും ഈവൻ സെമ്മുകളെല്ലാം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇപ്പം പരീക്ഷ നടക്കുന്നുണ്ട്. റിസൾട്ടുകളും പരീക്ഷ കഴിഞ്ഞ് 2-3 മാസത്തിനുള്ളിൽ വരുന്നുണ്ട്. ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റി പതിയെ സിസ്റ്റമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. 4 ഇയർ കോഴ്സ് വന്നപ്പം തൊട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരേ സമയത്ത് റിസൾട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും. അപ്പം നമുക്ക് ബാക്കി സെമ്മിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാം. ആദ്യം കേരള യൂണിവേഴ്സിറ്റി. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി ഫസ്റ്റ് സെമ്മ് പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നു, റീവാലുവേഷൻ വിളിച്ചിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റിന് ഉടനെ വിളിക്കുന്നതാണ്. എന്നാൽ S1-ൻ്റെ സപ്ലി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകൾ അത് കഴിഞ്ഞത്, അതിൻ്റെ വാല്യുവേഷനൊന്നും ഇപ്പോഴേ തുടങ്ങിയിട്ടില്ല. അതിൻ്റെ റിസൾട്ട് ഇപ്പോഴേ പ്രതീക്ഷിക്കേണ്ട, ജൂലൈ ഒക്കെ കഴിയും S1 സപ്ലിയുടെ റിസൾട്ട് വരാൻ. ഇനി സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷ ഏപ്രിൽ ഉണ്ടായിരിക്കും. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് പ്രതീക്ഷിക്കാം. ഇമ്പ്രൂവ്മെൻറ്റും ഏപ്രിൽ പ്രതീക്ഷിക്കാം. കാരണം സെക്കൻഡ് സെമ്മിൻ്റെ വാല്യുവേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് ഫെബ്രുവരി ലാസ്റ്റ് വരും. അപ്പോൾ അതിനുശേഷം ഇമ്പ്രൂവ്മെൻറ്റിന് അവസരമുണ്ട്. അത് ഏപ്രിലായിരിക്കും ഇമ്പ്രൂവ്മെൻറ്റും റെഗുലർ പരീക്ഷകൾ S2-ൻ്റെ. ആ S2 റെഗുലറിൻ്റെ FIUGPയുടെ റിസൾട്ട് മെയ്യിൽ വരും. കാരണം അത് യൂണിവേഴ്സിറ്റിയാണ് വാല്യുവേഷൻ. ഓഡ് സെമ്മെല്ലാം കോളേജാണ്, ഈവൻ സെമ്മ് യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ റിസൾട്ട് സെക്കൻഡ് സെമ്മ് റെഗുലർ FIUGPയുടെ റിസൾട്ട് മെയ്യിൽ വരും. എന്നാൽ ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലി റിസൾട്ട് ഇപ്പോഴേ പ്രതീക്ഷിക്കേണ്ട, അത് സെപ്റ്റംബറൊക്കെ കഴിയും. ഇനി ഡിഗ്രി തേർഡ് സെമ്മിൻ്റെ പരീക്ഷ, അതിൻ്റെ ജനുവരി 24 ആരംഭിക്കും എന്ന് പറഞ്ഞാണ് ഫീ നോട്ടിഫിക്കേഷൻ വന്നത്. എന്നാൽ ജനുവരി 20 മുതൽ ഫോർത്ത് സെമ്മിൻ്റെ ക്ലാസ് തുടങ്ങാൻ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. കാരണം ഫിഫ്ത്ത് സെമ്മിൻ്റെ പരീക്ഷകൾ കുറച്ച് താമസിച്ചു. ഇപ്പോൾ ഫിഫ്ത്ത് സെമ്മിൻ്റെ പ്രാക്ടിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് തേർഡ് സെമ്മിൻ്റെ പരീക്ഷ തുടങ്ങത്തുള്ളൂ എന്നാണ് വിവരം ലഭിച്ചത്. അതായത് ഫെബ്രുവരി പകുതിക്ക് ശേഷം, ഫെബ്രുവരി പകുതി വരെയാണ് എല്ലാ വിഷയങ്ങളുടെ പ്രാക്ടിക്കൽ ഡേറ്റുകളൊക്കെ വന്ന് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 15-ന് ശേഷം തേർഡ് സെമ്മിൻ്റെ പരീക്ഷ ആരംഭിക്കും. അതിൻ്റെ റിസൾട്ട് ഓഗസ്റ്റ് കഴിയുമ്പോൾ പ്രതീക്ഷിക്കാം. S4-ൻ്റെ ക്ലാസ്സുകൾ ജനുവരി 20-ന് ആരംഭിക്കാൻ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. S4-ൻ്റെ പരീക്ഷ ജൂലൈ ലാസ്റ്റോ ഓഗസ്റ്റിലോ ആയിരിക്കും. S5 ഫിഫ്ത്ത് സെമ്മിൻ്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ജനുവരി 24-ന് പരീക്ഷ അവസാനിക്കും. റിസൾട്ട് മാർച്ചിലോ ഏപ്രിലോ വരും. സിക്സ് സെമ്മിൻ്റെ ക്ലാസ്സുകൾ ഡിസംബർ 30-ന് ആരംഭിച്ചു. അതിൻ്റെ പരീക്ഷ ഏപ്രിലിൽ കാണും. ഏപ്രിലാണ് സെക്കൻഡ് സെമ്മിൻ്റെയും സിക്സ് സെമ്മിൻ്റെയും പരീക്ഷകൾ വരുന്നത്. മെയ് ലാസ്റ്റോടുകൂടി റിസൾട്ട് വരും. ഇതാണ് ഡിഗ്രി സംബന്ധിച്ച് കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യം. ഇനി PG. നിലവിൽ PG ഫസ്റ്റ് സെമ്മിൻ്റെ കോഴ്സ് രജിസ്ട്രേഷനും എക്സാം രജിസ്ട്രേഷനും വന്നിട്ടുണ്ട്. ഫെബ്രുവരി 10-നാണ് ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ എന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്. പലയിടത്തും പോർഷൻ തീരാറുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ കുറച്ചുകൂടെ നീണ്ടു പോയേക്കാം, 1-2 ആഴ്ച നീണ്ടു പോയേക്കാം. നമ്മൾ ഉദ്ദേശിച്ചത് PG തേർഡ് സെമ്മിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടായിരിക്കും ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ വരുന്നത് എന്നാണ്. എന്നാൽ ഫസ്റ്റ് സെമ്മിൻ്റെയാണ് ആദ്യമേ ഫീ നോട്ടിഫിക്കേഷൻ വന്നത്. തേർഡ് സെമ്മിൻ്റെ ഉടനെ തന്നെ വരും. മിക്കവാറും തേർഡിൻ്റെ ഉടനെ വന്നിട്ട് തേർഡിൻ്റെ പരീക്ഷ ഫെബ്രുവരി 15-ന് ശേഷം ആരംഭിച്ചിട്ട് അതിന് ശേഷം ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ തുടങ്ങുന്ന രീതി ആക്കുമെന്ന് അറിയുന്നു. ഉറപ്പില്ല. ഏതായാലും ഫെബ്രുവരി തന്നെ PG ഫസ്റ്റ് സെമ്മിൻ്റെയും തേർഡ് സെമ്മിൻ്റെയും പരീക്ഷ ഉണ്ടായിരിക്കും. PG സെക്കൻഡ് സെമ്മിൻ്റെയും ഫോർത്ത് സെമ്മിൻ്റെയും ക്ലാസ്സുകൾ തുടങ്ങാൻ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. പലയിടത്തും പോർഷൻ തീർന്നിട്ടില്ല. PG സെക്കൻഡ് സെമ്മിൻ്റെ വാല്യുവേഷൻ ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് ലാസ്റ്റോടുകൂടി സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. ഫോർത്ത് സെമ്മിൻ്റെ ക്ലാസ് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റിയിൽ വാർത്തകൾ.
MG യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് വന്നു. ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ കഴിഞ്ഞു. ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് മാർച്ചിൽ പ്രതീക്ഷിക്കാം. MG യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷ ഏപ്രിൽ കാണും. ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ മെയ്യിൽ കാണും. റിസൾട്ട് സെക്കൻഡ് സെമ്മിൻ്റെ മെയ്യിൽ കാണും. ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കുറച്ച് താമസിച്ച് ജൂലൈ ഒക്കെ ആകും. MG യൂണിവേഴ്സിറ്റി തേർഡ് സെമ്മിൻ്റെ പരീക്ഷ കഴിഞ്ഞു. റിസൾട്ട് മാർച്ചിൽ വരും. ഫോർത്ത് സെമ്മിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ ഏപ്രിൽ ലാസ്റ്റിലോ മെയ്യിലോ കാണും. ഫിഫ്ത്ത് സെമ്മിൻ്റെ പരീക്ഷ കഴിഞ്ഞു. വാല്യുവേഷനും കഴിഞ്ഞു. റിസൾട്ട് ഫെബ്രുവരിയിൽ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് സൂപ്പർ സപ്ലി പരീക്ഷയ്ക്ക് വിളിക്കും. സിക്സ് സെമ്മിൻ്റെ പരീക്ഷ മാർച്ച് ലാസ്റ്റ് കാണും. റിസൾട്ട് മെയ് ഫസ്റ്റ് വീക്കോടുകൂടി വരും. MG യൂണിവേഴ്സിറ്റി PGയുടെ കാര്യം പറയുകയാണെങ്കിൽ PGയുടെ തേർഡ് സെമ്മിൻ്റെ പരീക്ഷ കഴിഞ്ഞു. റിസൾട്ട് മാർച്ച് വരും. ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ അടുത്ത ആഴ്ച തുടങ്ങും. അതിൻ്റെ റിസൾട്ട് ജൂണോടുകൂടി പ്രതീക്ഷിക്കാം. ഫോർത്ത് സെമ്മിൻ്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിലിൽ പരീക്ഷ കാണും. ജൂണിൽ റിസൾട്ട് വരും. ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷയ്ക്ക് ശേഷം സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കും. ഇതാണ് MG യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും ഉള്ള നിലവിലുള്ള പ്രഡിക്ഷൻ കാര്യങ്ങൾ. മിക്കവാറും ഇങ്ങനെയായിരിക്കും. എന്തേലും ചെറിയ ചെറിയ മാറ്റങ്ങളെ വരത്തുള്ളൂ. ഏതായാലും നിങ്ങൾ പഠിക്കുക. ഓക്കെ.